ഇന്നത്തെ മത്സരം മിച്ചൽ സ്റ്റാർക്ക് ഒരിക്കലും മറക്കില്ല. ഒരു ഓവറിൽ 29 റൺസാണ് സ്റ്റാർക്കിന് കിട്ടിയത്. രോഹിത് ശർമ്മയാണ് ഈ സമ്മാനം മിച്ചൽ സ്റ്റാർക്കിന് കൊടുത്തത്. സ്റ്റാർക്കിന്റെ വേൾഡ് കപ്പ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയുമധികം റൺസ് ഒരു ഓവറിൽ കിട്ടുന്നത്. ആ നാണക്കേടും ഇപ്പോൾ സ്റ്റാർക്കിന് സ്വന്തമായിരിക്കുകയാണ്. ഇന്ന് ഇന്ത്യയോട് തോറ്റ ശേഷം ഓസീസ് താരം സ്റ്റാർക്ക് പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. 205 റൺസാണ് ഇന്ത്യ അടിച്ചുകൂട്ടിയത്. ഇതിലെ 92 റൺസും രോഹിത് ശർമ്മയുടെ സംഭാവനയായിരുന്നു. രോഹിത് ശർമ്മ സ്റ്റാർക്കിനെ അടിച്ചു പറത്തി. ഇന്ന് ഇന്ത്യയോട് കളി തോറ്റ ശേഷം സ്റ്റാർക്ക് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഇന്ത്യക്കെതിരെ കളിക്കുമ്പോൾ ഇതുപോലത്തെ തിരിച്ചടി ഞങ്ങൾ സ്വപ്നം കണ്ടിട്ടില്ല. ഈസി ആയിട്ട് കളി ജയിക്കാമെന്നായിരുന്നു ഞാൻ കരുതിയത്. പക്ഷേ ഇതുപോലെ രോഹിത് ശർമ്മ എന്നെ അടിച്ചു പറത്തുമെന്ന് ഞാൻ കരുതിയില്ല. ഞാൻ കുറച്ചും കൂടി ശ്രദ്ധിച്ച് ബൗൾ ചെയ്യണമായിരുന്നു. പക്ഷേ എനിക്കതിന് സാധിച്ചില്ല. കളി തോറ്റതിൽ പ്രധാന കാരണം ഞാൻ തന്നെയാണ്. രോഹിത് ശർമ്മ എനിക്ക് പുറത്താക്കാൻ സാധിച്ചില്ല. രോഹിത് ശർമ്മ ഇല്ലായിരുന്നുവെങ്കിൽ ഉറപ്പായിട്ടും ഞങ്ങൾ ഇന്ന് കളി ജയിച്ചേനെ. 205 റൺസിന്റെ ടാർഗറ്റാണ് ഞങ്ങൾക്ക് പണിയായത്. രോഹിത് ശർമ്മയെ നേരത്തെ ഔട്ടായെങ്കിൽ ഇന്ത്യ ഒരു 150 റൺസിൽ ഒതുങ്ങിയേനെ. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇന്ന് കളി ജയിച്ചേനെ. എനിക്ക് ഒരുപാട് തെറ്റുകൾ ഇന്ന് സംഭവിച്ചിട്ടുണ്ട്. എങ്കിലും ഇന്ത്യൻ ടീം ഞങ്ങളെക്കാൾ മികച്ചവർ തന്നെയാണ്. ഞങ്ങളിപ്പോൾ വേൾഡ് കപ്പിൽ നിന്ന് പുറത്തായിരിക്കുകയാണ്. അതിലെനിക്ക് സങ്കടമുണ്ടെന്നും മിച്ചൽ സ്റ്റാർക്ക് വ്യക്തമാക്കി. സ്റ്റാർക്ക് ഇന്നത്തെ ദിവസം ഇനി മറക്കില്ല. അതുപോലത്തെ അടിയാണ് രോഹിത് ശർമ്മ സ്റ്റാർക്കിന് കൊടുത്തത്. സ്റ്റാർക്കിന്റെ അഹങ്കാരം മാറി കിട്ടിയെന്നാണ് ആരാധകർ പറയുന്നത്. IPLലും സ്റ്റാർക്കിന് നല്ല അടി കിട്ടുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ രോഹിത് ശർമ്മയും കൊടുത്തിരിക്കുകയാണ്. ഇന്ത്യയോട് തോറ്റതോടുകൂടി ഓസ്ട്രേലിയ വേൾഡ് കപ്പിൽ നിന്ന് പുറത്തായിരിക്കുകയാണ്. ഇനി നാളെ അഫ്ഗാൻ തോറ്റാൽ മാത്രമേ ഓസീസിന് സെമിയിലെത്താൻ സാധിക്കൂ. ഇന്നത്തെ മാച്ച് ആരാധകർക്ക് ഒരു ദൃശ്യവിരുന്നായിരുന്നു, പ്രത്യേകിച്ച് രോഹിത് ശർമ്മയുടേത്. അപ്പോൾ നമുക്കിനി സെമി ഫൈനലിന് വേണ്ടി കാത്തിരിക്കാം. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.